എല്ലാ സുഹൃതികളായ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ശുഭദിനം ആശംസിക്കുന്നതോടൊപ്പം ഭഗവാന്റെ കൃപാകടാക്ഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്ന് കപിലാവതാരത്തിലെ 3-ാമത്തെ ശ്ലോകം നോക്കാം. ദശകം 14. ഗരുഡോപരി കാളമേഘകമ്രം വിലസത് കേളി സരോജപാണി പത്മം ഹസിതോല്ലസിതാനനം വിഭോത്വം വപുരാവിഷ്കുരുഷേ സ്മ കർദമായ. ഗരുഡോപരി കാളമേഘകമ്രം വിലസത് കേളി സരോജപാണി പത്മം ഹസിതോല്ലസിതാനനം വിഭോത്വം വപുരാവിഷ്കുരുഷേ സ്മ കർദമായ. ഹേ വിഭോ, ത്വം ഗരുഡോപരി കാളമേഘകമ്രം വിലസത് കേളി സരോജപാണിപത്മം ഹസിതോല്ലസിതാനനം വപുഹു കർദമായ ആവിഷ്കുരുഷേ സ്മ. ഇവിടെ സർവവ്യാപിയായ ഭഗവാൻ, കർദമൻ ഏത് രൂപത്തിലാണോ ഭഗവാനെ പ്രാർത്ഥിച്ചത്, ധ്യാനിച്ചത്, ആ രൂപത്തിൽ ഇവിടെ പ്രത്യക്ഷമായി എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. അതുപോലെ ഇതിൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഏത് രൂപത്തിൽ നമ്മൾ ഭഗവാനെ കാണാൻ ആഗ്രഹിക്കുന്നു. ഇനി ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിൽ കാണണമെങ്കിൽ ആ രൂപത്തിൽ, അതല്ല ഗോപികയായ കൃഷ്ണനാണെങ്കിൽ അങ്ങനെ, അതല്ല ചതുർബാഹുവായ രൂപമാണെങ്കിൽ അങ്ങനെ, ഏത് രൂപത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നുവോ ആ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ നമുക്ക് പ്രത്യക്ഷീഭവിക്കുമെന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതുകൊണ്ട് നോക്കാം. ഭഗവാന്റെ ആ സർവവ്യാപിയായ ഭഗവാനെ എന്ന് വിളിച്ചിരിക്കുകയാണ് ഹേ വിഭോ എന്ന് പറഞ്ഞിരിക്കുന്നത്. സർവവ്യാപിയായ ഭഗവാനെ ത്വം, അവിടുന്ന് ഗരുഡോപരി എന്ന് പറഞ്ഞാൽ ഗരുഡൻ്റെ ഉപരി, ഗരുഡൻ്റെ പുറത്ത് കയറിയിട്ട് കാളമേഘകമ്രം, മഴക്കാറ് പോലെ മനോഹരം. നമുക്കറിയാം ഭഗവാന്റെ കളറ് ഇത്തിരി മേഘത്തിൻ്റെ നിറമായതുകൊണ്ടാണ് ഒരു കാളമേഘകമ്രം പോലെ, മഴക്കാറ് പോലെ മനോഹരമായിട്ടെന്നാണ്. കമ്രം മനോഹരമാണ് കേട്ടോ. വിലസത് കേളി സരോജ പാണിപത്മം. ഇനി കയ്യിൽ പിടിച്ചിരിക്കുന്നത് കളിയായിട്ടൊരു താമരപ്പൂവിനെ പിടിച്ചിരിക്കുന്നത് പോലെയാണ് ആ കർദമന് തോന്നിയത്. കയ്യിൽ കളിയായി താമരപ്പൂവിനെ പിടിച്ചിരിക്കുന്നത്. അതുപോലെ ഹസിതോല്ലസിത ആനനം, ആനനം മുഖമോ അങ്ങനെ വിടർന്ന് വിലസിച്ചിരിക്കുക. എങ്ങനെയാണ് വികസിച്ചിരിക്കുന്നത്? ഒരു ഇങ്ങനെ പുഞ്ചിരി കൊണ്ടാണ്, ആ പുഞ്ചിരി കൊണ്ട് വിടർന്ന് വികസിച്ചിരിക്കുകയാണ്. ത്വം, അവിടുന്ന് പുഞ്ചിരിയോടെ വികസിച്ച ആ വദനത്തോടു കൂടിയ മുഖത്തോടുകൂടി, ആ വദനത്തോടു കൂടി എന്ന് പറഞ്ഞാൽ ആ മുഖത്തോടു കൂടി. വപുരാവിഷ്കുരുഷേ സ്മകർദമായ. വപുഹു, അവിടുത്തെ വപുഹു, അവിടുത്തെ ശരീരം ആവിഷ്കുരുഷേ പ്രത്യക്ഷമാക്കി കൊടുത്തു സ്മകർദമായ, ആ കർദമന്. അപ്പോൾ അവിടുന്ന് ആ ഗരുഡൻ്റെ പുറത്ത് ഒരു കാളമേഘം പോലെ മനോഹരമായിട്ട്, മഴക്കാർ പോലെ മനോഹരമായി കളിയായിട്ട് കയ്യിൽ ഒരു താമരപ്പൂവൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന, അതുപോലെ തന്നെ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി, വികസിച്ച ആ മുഖത്തോടുകൂടി ഉള്ള ആ രൂപം ഭഗവാൻ കർദമന് പ്രത്യക്ഷമാക്കി കൊടുത്തു. അതായത് കർദമൻ ആ രൂപത്തിലാണ് ഭഗവാനെ പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഗരുഡോപരി കാളമേഘകമ്രം വിലസത് കേളി സരോജ പാണിപത്മം ഹസിതോല്ലസിതാനനം വിഭോത്വം വപുരാവിഷ്കുരുഷേ സ്മ കർദമായ. ഇനി 4-ാം ശ്ലോകം നോക്കാം. സ്തുവതേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവാപി പുത്രീ കപിലം ച സുതം സ്വമേവ പശ്ചാത് സ്വഗതിം ജാപ്യനുഗൃഹ്യ നിർഗതോ ഭൂ. സ്തുവതേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവാപി പുത്രീ കപിലം ച സുതം സ്വമേവ പശ്ചാത് സ്വഗതിം ജാപ്യനുഗൃഹ്യ നിർഗതോ ഭൂ. സ്തുവതേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവപുത്രീ അപി സ്വമേവ കപിലം സുതം ച പശ്ചാത് സ്വഗതിം ച അപി അനുഗൃഹ്യ നിർഗതഃ അഭൂഹു. മനു തന്നെ ഈ കർദമനെ സമീപിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഈ ശ്ലോകത്തിൽ സ്തുവതേ എന്ന് പറഞ്ഞാൽ സ്തുവതേ, സ്തുതിക്കുന്നവനും, പുളകാവൃതായ എന്ന് പറഞ്ഞാൽ പുളകം കൊള്ളുന്ന, ആ സ്തുതി കേട്ടിട്ട് ആനന്ദം കൊണ്ട് രോമാഞ്ചം കൊള്ളുകയാണ്, പുളകം കൊള്ളുകയാണ്. ആ സ്തുവതേ പുളക ആവൃതായ തസ്മൈ, രോമാഞ്ചം കൊള്ളുന്നവനുമായ ആ കർദമൻ, തസ്മൈ ആ കർദമനും. അതുപോലെ ആ കർദമന് മനുപുത്രിയും ദൈത, മനുവിൻ്റെ പുത്രിയെ കൊടുത്തു. നമുക്കറിയാം
ആ സ്വയംഭുവായ മനുവിൻ്റെ പുത്രിയെ. ആ മനുപുത്രിയുടെ പേരാണ് ദേവഹൂതി എന്ന്. മനുപുത്രി ആയ ദേവഹൂതിയെ കർദമന് പത്നിയായിട്ട് അവിടുന്ന് കൊടുത്തു. നവപുത്രീഹി അഭി എന്ന നവാഭിപുത്രി എന്ന് പറഞ്ഞാൽ നവപുത്രീഹി അഭി, അവളിൽ 9 പുത്രിമാരെയും, അതുപോലെ കപിലഞ്ച സുതം സ്വമേവ പശ്ചാത്, 9 പുത്രിമാരും പിന്നെ സ്വയം അനന്തരം, പശ്ചാത് എന്ന് പറഞ്ഞാൽ അനന്തരം, ശേഷം, സ്വയം നിന്തിരിയോട് തന്നെ ആ ഭഗവാൻ തന്നെ ആ സുതം പുത്രനായും എന്ന കപിലം ച സുതം എന്ന് പറഞ്ഞാൽ കപിലം സുതം ച, കപിലൻ എന്ന പുത്രനായും സ്വഗതിം ജാപ്യനുഗൃഹ്യ നിർഗതോ ഭൂ, ഒടുവിൽ മോക്ഷത്തെ നൽകിയ കർണവന് അനുഗ്രഹിച്ചിട്ട് ത്വം നിർഗത അഭൂ, അവിടുന്ന് മറയുകയും ചെയ്തു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കപിലന് രോമാഞ്ചം കൊള്ളും. എങ്ങനെയാണ്? സ്തുതിക്കുന്നവനും ആനന്ദത്താൽ പുളകം കൊള്ളുന്നവനും രോമാഞ്ചം കൊള്ളുന്നവനുമായ ആ സ്തുതി കേട്ടിട്ട് ആ പുളകം കൊള്ളും. സ്തുതിക്കുന്നു, അത് കഴിഞ്ഞാൽ സ്തുതി കേട്ടിട്ട് രോമാഞ്ചം കൊള്ളുന്നു. അങ്ങനെയുള്ള ആ കർദമന് മനുപുത്രിയായ ദേവഹൂതിയെ പത്നിയായി നൽകുകയും നവപുത്രീഹി അഭി, നവാഭിപുത്രി, അവളിൽ 9 പുത്രിമാരെയും കപിലം ച സുതം സ്വമേവ പശ്ചാത്ത്, അനന്തരം താൻ തന്നെ ഭഗവാൻ തന്നെ കപിലൻ എന്ന പുത്രനായും അവതരിച്ചു. എന്നിട്ടോ സ്വഗതിം ജാപ്യനുഗ്രഹ്യ, തൻ്റെ ആ നിർഗതോ ഭൂ, ഒടുവിൽ മോക്ഷത്തെയും കൊടുത്ത് അനുഗ്രഹിച്ച് ത്വം നിർഗത, അവിടുന്ന് മറയുകയും ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ താല്പര്യം. ഇനി നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ നോക്കാം. 5-ാമത്തെ ശ്ലോകം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.